കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. ഫറോക്ക് സ്വദേശിയായ 43 വയസ്സുകാരന്റെ പരിശോധനാഫലം പോസിറ്റീവായതിനെ തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചത്. ഇദ്ദേഹത്തെ രാത്രി 12 മണിയോടെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. രോഗവ്യാപനം തടയുന്നതിനായി ആശുപത്രി പരിസരത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി സാവിത്രി ദേവി സാബു വാർഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചു. ആശുപത്രി അധികൃതർ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. സാവിത്രി ദേവി സാബു ബ്ലോക്കിലേക്കുള്ള പ്രവേശനവഴി പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ജീവനക്കാരും രോഗികളും അനുവദിക്കപ്പെട്ട മറ്റു വഴികൾ മാത്രം ഉപയോഗിക്കണം. ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന രോഗികൾ ആശുപത്രിയുടെ പ്രധാന ഗേറ്റ് വഴി മാത്രമേ പുറത്തുപോകാൻ പാടുള്ളൂ. നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കുന്നത് കർശനമായി വിലക്കിയിരിക്കുന്നു. സാവിത്രി ദേവി സാബു ബ്ലോക്ക് പരിസരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവാദമില്ല. എല്ലാ ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. പ്രതിരോധ പ്രവർത്തനങ്ങളോട് പൊതുജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. വാർത്തകൾ തത്സമയം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.